സിബിന് ലൈക്ക് ആക്ച്വലി ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിരുന്നു ആശാൻ. പക്ഷേ അതിനുശേഷം നേരെ ഉൾട്ടേ. കാരണം പുള്ളി പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എൻ്റെ മെൻ്റൽ ഹെൽത്ത് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിബിൻ ആര്യയുടെ ക്ലോസ് ആണ്. ലൈക്ക് ആര്യ ഇതിനു മുമ്പ് ഉള്ള സംസാരത്തിലും കാര്യങ്ങളൊക്കെ അവർ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ആര്യ ഇപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആര്യയുടെ ഇതിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു, ബട്ട് ദ ഓൺലി തിങ് ഡിസഗ്രി ചെയ്യുന്നത് ഷോയിൽ പോകാൻ, അതായത് സിബിൻ പോകേണ്ട കാര്യമില്ല, ബട്ട് വാട്ട് എവർ, അത് അവൻ്റെ ലൈഫാണ്, അവൻ ഡിസൈഡ് ചെയ്യട്ടെ. ചിലരങ്ങനെയാണ്, പറഞ്ഞാൽ കേൾക്കില്ല, കിട്ടിയാലല്ലേ പഠിക്കുക. ആൾ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ഇങ്ങനത്തെ സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും. ഒരു കാര്യം ഞാൻ പറയാം, ഈവൻ ഐ ആം ഓൾസോ ലൈക്ക് 36 ദിവസം നിന്നെങ്കിൽ പോലും ഞാൻ ഒരാളെയും സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് എസ്പെഷ്യലി എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ബിഗ് ബോസിലോട്ട്. കാരണം അത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. മെൻ്റലി എന്തവസ്ഥയിലാവും ഏതാവും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഐ വോണ്ട് സജസ്റ്റ് ബിഗ് ബോസിലോട്ട്. അപ്പം അതേ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ആര്യം ഇവിടെ പറയുന്നത്. ഷീ ഡോണ്ട് വാണ്ട് ദാറ്റ് ആക്ച്വലി. ബട്ട് ഈ പറഞ്ഞ മാതിരി അറിയാത്ത പിള്ള ചൊറിയും പറയും എന്നുള്ളൊരു അവസ്ഥയിലാണ് പോകുന്നത്. ആൻഡ് ഇനിയിപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, വിന്നർ ഒന്നും ആയില്ലെങ്കിലും ബാങ്ക് ബാലൻസ് ഒന്ന് നന്നായിക്കോട്ടെ, ചെക്കനൊന്ന് അവിടെ നിർത്തിക്കോട്ടെ ഗൈസ്, ഒന്നും വേണ്ട, ഡോളർ മാത്രം മതി എന്നുള്ള രീതിയിൽ ഫണ്ണായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിബിന് അറിയാം ഈ ആര്യ ഒരുപാട് സൈബർ ബുള്ളിങ് ആഫ്റ്റർ ബിഗ് ബോസ് ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ്റെ ഈ അടിയും, ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നല്ലേ സംസാരിക്കുക. അപ്പോൾ ആ ഒരു അടിയിലാണ് ആൾ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട്, എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ സംഭവിച്ചു, അത് സംഭവിക്കുമോ, ഓവർ തിങ്കിങ് ആണോ. പുള്ളി പറയുന്നുണ്ട്, പുറത്ത് എനിക്കൊരു ലൈഫ് ഉണ്ട്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോകും, മെൻ്റൽ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. അപ്പോൾ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാതെ, അല്ലെങ്കിൽ അത്രയും ഡോമിനേറ്റ് ആയിട്ട് നിന്നിരുന്ന വ്യക്തിയുടെ മൈൻഡിൻ്റെ മേലിലോട്ട്, അത് ഒരിക്കലും ഞാനത് ഡ്രാമ എന്ന് പറയില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം അതിൻ്റെ ഉള്ളിലത്തെ ഒരു പൾസും വൈബും കാര്യങ്ങളെല്ലാം അത് എക്സ്ട്രീംലി ഹൊറിബിൾ ആയിപ്പോകും. കാരണം നമുക്ക് സൗണ്ട് പോലും കേൾക്കുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും, ഫിസിക്കലി നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയിലോട്ട് നിൽക്കത്തില്ല കാര്യങ്ങൾ, ആ ഒരു ലെവലോട്ട് വരെ പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പം സിബിൻ്റെ മെയിൻ ക്വിറ്റിങ്ങിൻ്റെ റീസൺ ഇതാണ്, ലൈക്ക് ആ ഒരു മെൻ്റൽ ട്രോമ കയറി വരുമോ, സീനാവോ എന്നുള്ളൊരു വിഷയം. അതിപ്പം ആരെയും പറഞ്ഞ മാതിരി പ്രാർത്ഥിക്കാം. കാരണം പുറത്ത് സിബിന് നല്ല സപ്പോർട്ടുണ്ട്, നല്ല ഗെയിമറാണ്, നല്ല ഡോമിനേറ്റിംഗ് ഗെയിമറാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ.